ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എൻ്റെ കല്യാണ വ്ളോഗാണ്. എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇൻഷാല്ലാ ഒക്കെ റെഡിയാവും. അപ്പം യെസ് ഗൈസ്, വെൽക്കം ടു മൈ കല്യാണം വ്ളോഗ്. അപ്പം ഇന്നൊരു ഫുൾ വ്ളോഗാണ് പ്ലാൻ ചെയ്യുന്നത്. നടക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല, ബട്ട് ഐ ട്രൈ. സോ യെസ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ കല്യാണ വ്ളോഗ്. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ തന്നെ 3 o'clock ആയിട്ട് പിന്നെ 6:30 ആകുമ്പോൾ എണീറ്റിട്ടില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഞാൻ എണീച്ച് വേഗം ബ്രഷൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓൾറെഡി ഫ്രഷ് അപ്പ് ആയിട്ട് ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബൂസ്റ്റാണ് എൻ്റെ ഹോൾ ഡേ മാനേജ് ചെയ്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവന്നത്. കാരണം ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല. പിന്നെ നമുക്ക് ഇന്ന് മേക്കപ്പ് ചെയ്യാൻ വരുന്നത് സൂർ മേക്ക് ഓവറാണ്. സാറ്റർഡേയും സൺഡേ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ജ്വല്ലറീസൊക്കെ നമുക്ക് അലമിൻ ഫാഷൻ സ്റ്റോറിൽ നിന്നായിരുന്നു. പിന്നെ നമ്മളെ റിലേറ്റീവ്സൊക്കെ തന്നിട്ടുള്ള ജ്വല്ലറീസ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ, ഐഷ, ദീപ, ഷാലു, ഫർഷിക് നമ്മളെല്ലാവരും കൂടി ഹാളിലേക്ക് പോകും. അവരെന്നെ മാക്സിമം ചില്ല് ചെയ്യാൻ നോക്കിയിട്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഷെബീർക്ക് അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ദേഷ്യമൊക്കെ വന്നായിരുന്നു. പക്ഷേ പിന്നെ കല്യാണമാണ്, നമ്മളുടെ കൊളാക്കാൻ പാടില്ല. അങ്ങനെ ഒരു മോട്ടീവിൽ നിന്ന് വന്ന് കണ്ടപ്പോഴാണ് അയ്യോ എൻ്റെ അമ്മേ, ഫുള്ളും സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആകെ ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റാക്കി പിന്നാണ് ഇൻ്റെ എൻട്രി. സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയതൊരു പീസ്ഫുൾ എൻട്രി ആയിരിക്കും. പക്ഷേ ഒരു 4 മാസം മുമ്പെയാണ് ഡാൻസ് കളിച്ച് വരണം എന്നുള്ളൊരു സാധനം ഉള്ളിലോട്ട് വന്നത്. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് പ്രാക്ടീസും അതേപോലെ തന്നെ സോങ്ങൊക്കെ കണ്ടുപിടിക്കാനൊക്കെ തുടങ്ങി. പിന്നെന്തോ കസിൻസും എല്ലാവരും ഭയങ്കരമായിട്ട് ഹാരാക്കിയപ്പോൾ അതങ്ങനെ അങ്ങ് ചെയ്തു. പിന്നെ അവരുടെ ആൾക്കാരൊക്കെ വന്ന് കുറേ ഫോട്ടോ സെഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം 1 by 1 ആയിട്ട് ഇനി യൂട്യൂബിൽ ഇട്ട് തുടങ്ങണം. പിന്നെ ഞാനൊന്ന് കരഞ്ഞായിരുന്നു. പക്ഷേ ആ കരച്ചിൽ ആരോ വിളിച്ചപ്പോൾ അതങ്ങനെ പോയി. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ എത്തിയിട്ട് എനിക്ക് വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെയുള്ളവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ്. താങ്ക് യു.